കുറച്ച് വള്ളികൾ പുറകെയുണ്ട് കേട്ടോ. വള്ളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മികച്ച പട്ടാണി വള്ളികൾ. എന്താ ക്ലൈമറ്റ്, എന്താ കാലാവസ്ഥ നോക്കിയാ. ഇങ്ങനത്തെ ഒരു ഫീലുള്ള സ്ഥലത്ത് കൂടെ ഉണ്ടോ റൈഡ് വരുന്നത്. എങ്ങനെയുണ്ട് ബാക്ക്ഗ്രൗണ്ട്? നൈസ് അല്ലേ? അവിടെ ഈ സ്ഥലത്തിന്റെ പേരെന്താ പറഞ്ഞവര്? സാന്തവേരി. മെയിൻ റോഡ് ടച്ച് ചെയ്യില്ല, അകത്തോട്ടന്നെ പോവാം. ഹള്ളിയിലേക്ക് പോവാം. ഗ്രാമങ്ങൾ പിടിക്കാല്ലേ? ഉള്ള ഏരിയയിലുള്ള ഗ്രാമങ്ങൾ കൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതാണ് ഉദ്ദേശിച്ച യാത്ര. കർണാടകയുടെ ഏറ്റവും ഗ്രാമങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവിടെയുള്ള വീടുകൾ, ആൾക്കാരുടെ ജീവിതങ്ങൾ നമുക്കിവിടെ കാണാം. പിന്നെ ഈ റൂട്ടൊക്കെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക്, റൈഡേഴ്സിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഓവർ സ്പീഡിലൊന്നും പോകരുത്. കന്നുകാലികൾ മൊത്തം റോട്ടിലാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കി കണ്ടൊക്കെ പോയില്ലാന്നുണ്ടെങ്കിൽ അവരെങ്ങാനും ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂല. എങ്ങനെയുണ്ട് പോകുന്ന കാലാവസ്ഥ കേട്ടോ, ക്ലൈമറ്റ്. ഈ ക്ലൈമറ്റിൽ മഴ ചാരുന്നുണ്ട്. ഈ ക്ലൈമറ്റിൽ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴികൾ മൊത്തം തിരിച്ചിറങ്ങണം. അതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് ടാസ്കുകളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. കുറച്ച് വള്ളികൾ പുറകെയുണ്ട് കേട്ടോ. വള്ളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മികച്ച പട്ടാണി വള്ളികൾ. എന്താ ക്ലൈമറ്റ്, എന്താ കാലാവസ്ഥ നോക്കിയാ. ഇങ്ങനത്തെ ഒരു ഫീലുള്ള സ്ഥലത്ത് കൂടെ ഉണ്ടോ റൈഡ് വരുന്നത്. ആ ഫ്രണ്ടിലുള്ള ഗ്യാങ് കണ്ടോ, ആ ടീമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ പുറകെ വരാൻ ചാൻസ് ഉണ്ടെന്ന്. അവർ നൈസായിട്ട് ഞങ്ങളെ കൂടെ തന്നെ ഉണ്ട്. ചിലപ്പോൾ അവർ എന്താ പറയുക എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാവും. പക്ഷേ എനിക്കെന്തോ അവിടുന്ന് ഒരു റോങ് അടിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടുന്ന് സ്കൂട്ടായത്. ആ മഴ നനഞ്ഞിട്ട് അവിടെ കയറി നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് കാണിച്ച ടീം. അപ്പോൾ നമ്മളെന്തായാലും കയറാൻ നോക്കാം. ഇവൻ ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുക. തിരിച്ച് നമുക്ക് പോകേണ്ടത് ചിത്രദുർഗ. ഇവിടെ നിന്ന് 150 സംതിങ് കിലോമീറ്റർ വരുന്നുണ്ട്. അതിലൊരു 10-20-25 കിലോമീറ്ററോളം നമുക്ക് ഹിൽസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെയിൽ, ചൂട്, കൊടും ചൂട്, കർണാടകയിലെ ഏറ്റവും ചൂടുള്ള സ്ഥലങ്ങളിൽ കൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ ശരീരത്തിനെ ഒന്ന് തണുപ്പിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ പരിസരത്തോട്ടൊക്കെ വന്നത്. പെട്രോൾ അടിക്കാൻ കയറ്റി കേട്ടോ 200 രൂപ. എത്ര? 1.92 ഫുള്ളൊന്നും ഇറക്കിയിട്ടുള്ള പരിപാടിയില്ല കേട്ടോ. 1.92 ലിറ്റർ കിട്ടിയിട്ടുണ്ട് പെട്രോള്. നോക്കാം നെറ്റ്വർക്ക് ഉണ്ടോ ഇവിടെ? നമ്മൾ താഴേക്ക് എത്തി കേട്ടോ. ഇനി എന്താ പറയുക, ഫോറസ്റ്റാണ്. പക്ഷേ ഒരു ബെൻഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, സമാധാനമായി. ഇവിടെ നല്ല വെയിലാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചൂടായിരിക്കും. ചൂടല്ല, ഒരു നേരിയ ക്ലൈമറ്റ്. പിന്നെ ഇറങ്ങിപ്പോകും തോറും നല്ല ചൂട്. നല്ല കർണാടകയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ചിത്രദുർഗയാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. 150 കിലോമീറ്ററോളം നമുക്ക് ഇവിടുന്ന് ഓടാനുണ്ട് ഗായ്സ്. വണ്ടിയൊക്കെ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡൊന്നും ഇപ്പോൾ കേൾക്കുന്നില്ല. നമ്മളിപ്പോൾ ഹിൽസൊക്കെ ഇറങ്ങി അടിവാരം എത്തി കേട്ടോ. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ നോക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് നോക്കിയാൽ വീടുകളുണ്ടോ? നല്ല രസമുള്ള, നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ വീടുകളിലെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അടിപൊളി ലൈഫായിരിക്കും കേട്ടോ. ഇവിടെ നല്ല തണുപ്പ്. ഇവിടെ ഒന്നും വെയിലൊന്നും കാണാനേ ഇല്ല. ഒരു മൂടി കെട്ടിയൊരു കാലാവസ്ഥ. എന്നാൽ വലിയ തണുപ്പില്ല, ഒരു മഴ മൂടൽ. നല്ല രസമുള്ളൊരു കാലാവസ്ഥ. ഈ വീടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ചെറിയൊരു വീട്. നമ്മൾ പോകുന്ന വഴി നോക്കിയാ നമ്മൾ ഈ റോഡ് ലിംഗദഹള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം ആദ്യം. അവിടെ നിന്നാണ് നമ്മൾ ചിത്രദുർഗയിലേക്ക് ടേൺ ചെയ്യുന്നത് കേട്ടോ. നല്ല വില്ലേജുകൾ കേട്ടോ. നല്ല നല്ല ഒരുപാട് വീടുകൾ, ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ള ഓരോരോ വില്ലേജുകൾ. മെയിൻ റോഡ് ടച്ച് ചെയ്യില്ല, അകത്തോട്ടന്നെ പോവാം. ഹള്ളിയിലേക്ക് പോവാം. ഗ്രാമങ്ങൾ പിടിക്കാല്ലേ? ഉള്ള ഏരിയയിലുള്ള ഗ്രാമങ്ങൾ കൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ലിംഗദഹള്ളിയാണ് ഫസ്റ്റ് ഒരു ഡെസ്റ്റിനേഷൻ വരുന്നത് കേട്ടോ. അവിടെ നിന്നാണ് ടേണിംഗ് പോയിന്റ്. എത്ര എടുത്തു കഴിഞ്ഞാലും ഇവിടുത്തെ വില്ലേജുകൾ അങ്ങനെ വിട്ടുകളയാൻ തോന്നുന്നില്ല കേട്ടോ. അടിപൊളി വില്ലേജുകൾ, ചെറിയ ചെറിയ വീടുകൾ, ഒരുപാട് വീടുകളുണ്ട്. അവിടെ അടിപൊളി വീടുകളൊക്കെ കണ്ടായിരുന്നു.
നമ്മൾ മാക്സിമം ഒഴിവാക്കിയിട്ട് മാക്സിമം പെട്ടെന്ന് പെടക്കാൻ നോക്കുമ്പോ നമുക്ക് മുന്നിൽ ഇങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ വരിക, ഓരോ ജീവിതങ്ങള്, ഇവിടെയുള്ള ആൾക്കാരുടെ ജീവിതങ്ങള്. തണുത്തിട്ട് വേറെ സീന്. തണുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒടുക്കത്തെ തണുപ്പ്. വെയില് എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല കേട്ടോ. സമയം 3:45 പക്ഷെ ഇതില് കാണുമ്പോ നോക്ക് സാധാരണ ടൈം പോലെ ഉണ്ട്. പക്ഷെ നേരിട്ട് കാണുമ്പോഴേ ഒരു മൂടലാട്ടോ. ഒരു 6 മണി 7 മണിയൊക്കെ ആവാനുള്ള ഒരു ടൈം പോലെ തോന്നുന്നുണ്ട്. പക്ഷെ 3:45 ടൈം കേട്ടോ. നല്ല ഫീല്, അടിപൊളി ലൈഫായിരിക്കും വില്ലേജ് ലൈഫ്. ഇതവിടെ കുറെ ചേച്ചിമാര് തൊഴിലുറപ്പിന്റെ ടീമുകളാട്ടാ. എങ്ങനെയുണ്ട് ബാക്ക്ഗ്രൗണ്ട്? നൈസ് അല്ലേ? അവിടെ ഈ സ്ഥലത്തിന്റെ പേരെന്താ പറഞ്ഞവര്? സന്തവേരി ഊരിട്ടാ. നല്ല കോടുണ്ട് ഇതിൽ, കാണുന്നതിനേക്കാളും കൂടുതൽ കോടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ് നമുക്ക് റൂട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്ക്മാംഗ്ലൂർ വരുന്നവര് ഹംപിയിലേക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കണ്ട ഇതാണ് ഇവിടുത്തെ ശരിക്കുള്ളൊരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ. ഒന്ന് വരക്കടാ. ഇവന് തണുപ്പ് അലർജിയാണ് കേട്ടോ. ഇവന് തീരെ തണുപ്പ് പറ്റണില്ല. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്ര ഇതായിട്ട്, അതായത് അങ്ങനെ വിറക്കുന്നൊന്നുമില്ല, പക്ഷെ തണുപ്പുണ്ട്. തണുപ്പില്ല എന്ന് പറയില്ല. വണ്ടിയിൽ പോകുമ്പോ തണുപ്പുണ്ട്, ശരി സമ്മതിച്ചു. പക്ഷെ അതിന് മാത്രമൊന്നും ഇല്ലല്ലോ. ഇത് കുറച്ച് ഓവർ ആക്ടിങ് ആണ്. ഓവർ ആക്ടിങ് കുറച്ച് സുക്കൂറേ. എന്താണ് ഇത് പറയുന്നത്? അപ്പോ സന്തവേരി ഊരിൽ നിന്ന് നമ്മൾ സിംഗദഹള്ളിയിൽ നിന്ന് നമ്മൾ അടുത്തത് നെക്സ്റ്റ് ലിംഗദഹള്ളി. ശരി സമ്മതിച്ച്. ലിംഗദഹള്ളി എന്ന് കാണാട്ടോ. അപ്പൊ ഇങ്ങനത്തെ റൂട്ടാണ് വരുന്നത് കേട്ടാ. ഇവിടുന്ന് ചിക്ക്മാംഗ്ലൂരിന്ന് ചിത്രദുർഗയിലേക്കുള്ള ഹിഡൻ റൂട്ടാണ്. ഈ റൂട്ട് പിടിച്ചാൽ മതിയാ. ലിംഗദഹള്ളിന്ന് ഏതോ ഒരു ഹള്ളിയിലൂടെ കേറുകയാണ് കേട്ടോ. നമ്മള് ഗ്രാമങ്ങളിലേക്കാണ് ഇപ്പൊ കയറിയിട്ടുള്ളത് കേട്ടാ. വീടുകള്, ആൾക്കാരുടെ ജീവിതങ്ങള് നമുക്കിവിടെ കാണാം. പിന്നെ ഈ റൂട്ടൊക്കെ വരുന്നവരുടെ ശ്രദ്ധിക്കുക, റൈഡേഴ്സിന്റെ പ്രത്യേക ശ്രദ്ധിക്ക്. ഓവർ സ്പീഡിലൊന്നും പോകരുത്. കന്നുകാലികൾ മൊത്തം റോട്ടിലാണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് നോക്കി കണ്ടൊക്കെ പോയില്ലാന്നുണ്ടെങ്കിൽ അവരെങ്ങാനും ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂല. അങ്ങനത്തെ ഏരിയസ് ആണ്. ഡേഞ്ചർ ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ദ്രോഹങ്ങൾ ചെയ്ത് നമുക്ക് ഇവിടുന്ന് ഡേഞ്ചർ ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേഞ്ചർ അല്ല, എന്നാ ഡേഞ്ചർ ആണ്. അത്രേ ഉള്ളൂ. കണ്ടോ കന്നുകാലികളൊക്കെ റോട്ടിൽ കണ്ടോ. റോഡൊക്കെ കുറച്ച് അലമ്പാട്ടാ. ഇവിടെ വീടുകളും ആൾക്കാരും ജീവിതങ്ങളും മാത്രമേ ഉള്ളൂ. ഈ സൈഡ് ടൗൺ വരുന്നത് അപ്പുറത്താണ് ജംഗ്ഷൻ. ഇനി ടൗൺ ഒന്നുമില്ലേ. ഇനി ഇങ്ങനത്തെ റൂട്ടിലൂടെയാണ്, വില്ലേജ് ഹള്ളിയിലൂടെയാണ് നമ്മൾ കയറുന്നത് കേട്ടാ. ഏത് കാടല്ല, നമുക്ക് ഇങ്ങനത്തെ വില്ലേജുകൾ കിട്ടിയാൽ മതി. ഇതാണ് രസം. കുറച്ച് ഓഫ് റോഡ് പോയാലും കുഴപ്പമില്ല. ഒരുപാട് ജീവിതങ്ങൾ കാണാലോ. ഞാൻ ഇതാണ് ഉദ്ദേശിച്ച യാത്ര. കർണാടകയുടെ ഏറ്റവും ഗ്രാമങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവിടെയുള്ള ആളുകളുടെ ജീവിതങ്ങൾ പകർത്തിയെടുത്തിട്ടുള്ള ഓരോ വീഡിയോസും കാര്യങ്ങളും. ഇത് നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഇതൊന്നും അങ്ങനെ എല്ലാവരും കാണിക്കാത്ത പരിപാടികളാണ്. കണ്ടോ സ്കൂളൊക്കെ വിട്ട് പിള്ളേരൊക്കെ ഇങ്ങനെ പോകുന്നു. ഒരു അടിപൊളി നാട്ടുംപുറം. അങ്ങോട്ടുള്ള വീടുകൾ നോക്കിയാ ആ ഒരു കുന്നിൻ്റെ ഒക്കെ പുറത്ത് ഒരു മലയുടെ ഒക്കെ ചെരുവിലിട്ടാ വീടുകള്. ചെറിയ വീടുകൾ കേട്ടോ. ചെറിയ വീടുകൾ നമുക്ക് അതിനകത്തോട്ടൊക്കെ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവൻ നന്നാവണം. ഇവന് സംസാരിക്കാൻ അറിയുള്ളൂ, ഭാഷ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു പിടുത്തം ഉണ്ടാവില്ല. അവരെന്താ പറയണത് നമ്മൾ ചിലപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് അവരെടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹള്ളികളാണ്. അപ്പം നമുക്ക് അവർ വിചാരിക്കുക നമ്മൾ എന്തെങ്കിലും റോങ് പരിപാടിക്ക് വന്ന ആൾക്കാരാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ അത് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് കുറേ നേരത്തെ വില്ലേജിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷം ഒരു ഹൈവേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹൈവേ ആണ്. അവിടുത്തെ ഒരു ഏരമാർക്കൊക്കെ കാണിക്കുന്നുണ്ട്. ഷിവമോഗയിലേക്ക് ആ റൂട്ടാണ് പോകേണ്ടത്. നമുക്ക് പോകേണ്ടത് ഏത് റൂട്ടാ? ഇങ്ങോട്ടോ? നമുക്ക് പോകേണ്ടത് നേരെ ഓപ്പോസിറ്റ്. ഇനി ഹൈവേ കൂടെ താഴെ കൂടെ. അപ്പോൾ നമുക്ക് ഹൊസൻദുർഗ നമ്മളെ ഡെസ്റ്റിനേഷൻ വരുന്നത്. 48 കിലോമീറ്റർ വരുന്നുണ്ട് ഇവിടുന്ന് ഹൊസൻദുർഗ. അവിടെ നിന്നാണ് നമ്മൾ ചിത്രദുർഗയിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് ഒരു 10-40 കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ. ಯಾವ ಊರಿದು? ದಾಸರಹಳ್ಳಿ ಇದೆ. ದಾಸರಹಳ್ಳಿ ಇಲ್ಲೂ ಇದೆಯಲ್ಲ. ದಾಸರಹಳ್ಳಿ ನಾವು ಮಂಗಳೂರು ನೋಡ್ಬೋದಲ್ಲ. ഇവിടെ കുറേ ആടുകൾ കേട്ടോ. ഒരാട്ടിട്, അടുത്ത ആട്ടിട്. നല്ലൊരു സ്ഥലം, അടിപൊളി. എന്തൊക്കെ സിഗ്നലുകളൊക്കെ കൊടുക്കുന്നുണ്ട്.
എന്തൊക്കെ സിഗ്നൽ ഇല കൊണ്ട് സൗണ്ട് ഉണ്ടാക്കിയിട്ട് കണ്ടട്ടാ. ഇല കൊണ്ട് സൗണ്ട് ഉണ്ടാക്കിയിട്ട് ആടിനെ വിളിക്കുക. അവിടെ കുറച്ച് ആടുകൾ വരാതിരിക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് അവരെ വിളിക്കാനാണ് കേട്ടാ. സ്ഥലം നോക്കിയാ അടിപൊളി സ്ഥലമാണ്. ആളൊക്കെ ഒരു റോങ് നോട്ടൊക്കെ നോക്കുന്നുണ്ട്. ഗാഡു ഒരുപാട് ആടുകളുണ്ട് കേട്ടോ. 3 ആൾക്കാരുണ്ട് ഇവര്. എന്താ ദസറള്ളിയോ സ്ഥലത്തിന്റെ പേര്? ദാസറഹള്ളി. ഇത് വേറെ ദസറഹള്ളി, ദാസറഹള്ളി. ഇതൊരു വില്ലേജ് സെറ്റപ്പ്. എന്തൊക്കെ സിഗ്നലുകളൊക്കെ കൊടുക്കുന്നുണ്ട് ആള്. ഇല വായിൽ വെച്ചിട്ട് നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ കളിച്ചെന്നില്ലേ, അതുപോലൊക്കെ എന്തൊക്കെ സിഗ്നലുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തിനുള്ള പരിപാടിയാണെന്ന് അറിയില്ല. ദാസറഹള്ളി. അപ്പോൾ നമുക്ക് പോലാം ഏതെങ്കിലുമൊക്കെ ഒരു വിന്റേജ് സെറ്റപ്പിൽ നല്ലൊരു നാട്ടിൻപുറം. ആ ഒരു തണുപ്പ്, ആ ഒരു ക്ലൈമറ്റ് ഒക്കെ മാറിയിട്ടോ. ഇവിടെയൊക്കെ കൃഷിഭൂമികളാണ്. ഒരുപാട് കടുകിന്റെ ഒക്കെ പാടങ്ങൾ നമ്മൾ ഒരുപാട് കണ്ട്. സമയം 5:30 മണിയായിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല അത്യാവശ്യം വെയിൽ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് തോന്നുന്നു. പക്ഷെ ഇന്നൊരു മൂടലാണ്, ഇപ്പോൾ ഒരു മൂടലാണ്. മഴ എല്ലാം ഈ ഒരു നാട് മഴനെ വരവേൽക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മഴ ഏതാനും നിമിഷങ്ങൾക്കകം പെയ്യും. മാത്രമുള്ള വില്ലേജാണ് കേട്ടോ. കൃഷിയുടെ ഏക്കർ കണക്കിന് പരത്ത് കണക്ക് ഓരോ വെറൈറ്റി കൃഷികൾ. എനിക്ക് പറഞ്ഞു തരാൻ ഒരാളെ ചോദിക്കാൻ പോലും ഒരാൾ മനുഷ്യനില്ലാത്ത സ്ഥലം. എന്താ പറയുക, ചോളം, റാഗി, കടുക്, മാങ്ങ, തെങ്ങ്, കവുങ്ങ്, വാഴ ഒക്കെ പരത്ത് കിടക്കുക. ഇവിടെ അനാറിന്റെ തോട്ടങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാർക്കൊന്നും അങ്ങനെ ക്യാമറക്ക് മുന്നിൽ വരാനോ നമ്മളായിട്ട് കൂടുതൽ സംസാരിക്കാനോ ഇടപഴകാനൊന്നും തീരെ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റൂട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ കണ്ട് മനസ്സിലാക്കണത് നമ്മൾ ഇതാക്കിക്കോളുക. അല്ലാതെ അവരടുത്ത് പോയിട്ട് താല്പര്യമില്ലാത്ത ആൾക്കാരത്തൊന്നും പോയിട്ട് നമ്മളങ്ങനെ അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത്. അവരെ കൂടുതലായിട്ട് ഡിസ്റ്റർബ് ആക്കി കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല രീതിയിലാവില്ല എഫക്റ്റ് ചെയ്യുക കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവന് കന്നഡ അറിയാം. എന്നിട്ട് പോലും അവർക്ക് സംസാരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. അതായത് ലോകം ഓടുന്നത് വേറൊരു വഴിക്കാണ്. സോഷ്യൽ മീഡിയ, അത് ഇത്, ഫോണ്, യൂട്യൂബ് അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നത് ലോകം ഓടുന്നത്. പക്ഷെ ഇവരുടെ ജീവിതത്തിന്റെ മെയിൻ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതുപോലുള്ള കൃഷികളും ഇവരുടെ ജീവിതങ്ങളും ആ ഒരു മാത്രം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന മനുഷ്യന്മാരാണ്, ജീവിതങ്ങളാണ്. അപ്പോൾ അവർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് കെയർ ആക്കിയിട്ട് ചെല്ലുക കേട്ടോ. അവരടുത്ത് കൂടുതലായിട്ട് ഇങ്ങനെ പോയിട്ട് വല്ലാതെ ഇട്ടിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നേരത്തെ ആ മറ്റേ ആട്ടിടയന്മാരോട് നമ്മൾ സംസാരിക്കാൻ പോയപ്പോൾ എന്തൊക്കെ കാണിക്കുന്നുണ്ട്, എന്തൊക്കെ പറയുന്നുണ്ട്, ഒരു പിടുത്തം എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. ഇതിപ്പോൾ ഇവനും കൂടി ഇല്ലായിരുന്നെങ്കിൽ നല്ല രീതിക്ക് പെട്ടുപോയെന്ന് കേട്ടോ. ഒറ്റക്കൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടല്ല ഇത്. ലൊക്കേഷൻ മാറുമെന്ന് ചെറിയ ഡൗട്ട്. ഇങ്ങനെ ഒരു ഹള്ളിയിലെത്തി ഇങ്ങനെ നിൽക്കി. ഇവിടെ കന്നുകാലികൾ ഒരു പ്രധാന ജീവിതമാർഗം തന്നെയാണ് കേട്ടോ. കന്നുകാലി വളർത്തൽ, ആട്, മാട്, കാള, അങ്ങനത്തെ കുറേ കന്നുകാലികളുണ്ട്. വിന്റേജ് സെറ്റപ്പ് ഊരുകൾ. ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കാൻ ചെറിയൊരു പേടി. ഇവനാണെങ്കിൽ 20 അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ 20-22 പോകുള്ളൂ. തല്ല് പുറകെ ഇരന്ന് വരും. ഒരു ടെമ്പിളാണ് കേട്ടോ. എന്താ ബാക്ക്ഗ്രൗണ്ട്, അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. വാ, ഇതുപോലത്തെ ട്രാക്ടറുകൾ കണ്ടാമാനുണ്ട് ഇവിടെ മെയിൻ ആയിട്ടുള്ള വണ്ടികളാണ് കണ്ടോ.
മണ്ണ് കൊണ്ടുപോകാനും വളം കൊണ്ടുപോകാനും ചാണകം കൊണ്ടുപോകാനും ഇതുപോലത്തെ ഒരുപാട് ട്രാക്ടറുകൾ, വൈക്കോല്, പുല്ല്, ഒരു വെറൈറ്റി ഡിഫറെൻ്റ് ഇതുവരെ കണ്ടതിലും ഒരുപാട് മാറ്റങ്ങളുള്ള ഒരു വില്ലേജ്. അടിപൊളി, സൂപ്പർ. ഇപ്പോൾ സമയം ഏകദേശം 6:45 കഴിഞ്ഞു കേട്ടോ. 7 മണി ആവാറായിട്ടുണ്ട്. നമ്മൾ ഒസദുർഗ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലേക്കാണ് എത്തിയിട്ടുള്ളത്. സിറ്റിയാണ്, അത്യാവശ്യം ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുവരെ നമ്മൾ വന്നതെന്ന് പറഞ്ഞാൽ വില്ലേജ് പിടിച്ചിട്ടായിരുന്നു, അതായത് ഗ്രാമങ്ങളിലൂടെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കിയത്, നമുക്ക് നന്നായിട്ട് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. ഫുഡ് രാവിലെ കഴിച്ചതല്ലേ, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊരു വെജ് ഹോട്ടലാണ്. ഇവിടെ ഇഡ്ഡലിയും പിന്നെ ലെമൺ റൈസും ചിത്രാന്ന ഇത് മാത്രമേ കിട്ടുള്ളൂ, വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല വിശക്കുണ്ട്. എന്തായാലും 2-3 ഇഡ്ഡലി കഴിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ നിന്ന് ഏകദേശം 60-something കിലോമീറ്റർ നമുക്ക് ചിത്രദുർഗയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒസദുർഗയിൽ നിന്ന് ചിത്രദുർഗയിൽ എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ ഇന്ന് അവിടെ ഓൾട്ട് ആവുള്ളൂ കേട്ടോ. ചിത്രദുർഗയിൽ എത്തിയിട്ട് മാത്രമേ നമുക്കിന്ന് ഒരു റെസ്റ്റ് എന്ന് പറയുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം നമ്മൾ 200 കിലോമീറ്ററോളമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഹിൽസും കൂടി ആയതുകൊണ്ടേ ഇരുന്ന് ഊപ്പാടെ ഇരുന്നിട്ടുണ്ട്. എന്തായാലും ഫുഡ് കഴിക്കാൻ നോക്കാം.